ഞാൻ രേനിയ സാറിൻ്റെ അടുത്ത് നൂറ് നന്ദി പറയാണ്. കാരണം എന്താണെന്ന് പറയട്ടെ, അദ്ദേഹം ഇങ്ങനെ തലമുടി ബിഗ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പുകാരെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ സാറൊന്ന് വിളിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? എല്ലാവരും നേരുന്ന സിനിമ കാണണം, അനുഗ്രഹിക്കണം. നമസ്കാരം. മോഹൻലാൽ ജിത്തു ജോസഫ് അത്ഭുതം. നേരിന്റെ സന്തോഷത്തിലാണ് മോഹൻലാലിന്റെ ആരാധകർ. സിനിമ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമ്പോൾ ഞങ്ങൾക്കും ഇന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. ശ്രീ വാഴച്ചൽ വിനോദാണ് ഞങ്ങളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. നേരിൽ മോഹൻലാലിന്റെ ചിത്രത്തിൽ ഒരു ചെറിയ സാന്നിധ്യമായി മികച്ചൊരു കഥാപാത്രം അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീ വാഴച്ചൽ വിനോദ് ഉള്ളത്. തിരുവനന്തപുരത്ത് കാളിദാസ തിയേറ്ററിൽ ഞങ്ങളോടൊപ്പം ശ്രീ വാഴച്ചൽ വിനോദ് ചേരുകയാണ്. സിനിമാ വിശേഷങ്ങൾ, ഒപ്പം മിമിക്രിയിലെ അഭിനയ മികവുകൾ, സീരിയലിലെ കഥാപാത്രങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് ശ്രീ വിനോദിന് പറയാനുള്ളത്? സ്വാഗതം ലെമൺ മീഡിയയിലേക്ക്. ഇന്ന് നേരിന്റെ പ്രതികരണം എടുക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. ആകസ്മികമായി താങ്കൾ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഒന്ന് അനുകരിച്ച് കാണിച്ചു, സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നാലെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് താങ്കളും അതിലൊരു കഥാപാത്രമായി വന്നിട്ടുണ്ട് എന്ന്. ഇപ്പോൾ തലൈവയിലും വരാൻ പോവുകയാണ് രജനീകാന്തിന്റെ, മോഹൻലാലിന്റെ നേരിലും എത്തിയിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ, ഒരുപിടി സിനിമകളും കഥാപാത്രങ്ങളും കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ആരാധകരോട് പറയാനുള്ളത്? ആദ്യം നേരിന്റെ സന്തോഷം തന്നെ പങ്കുവച്ചാൽ. ഞാൻ ജിത്തു ജോസാറിൻ്റെ അടുത്ത് ഒരു പ്രത്യേക നന്ദി പറയാണ്. അദ്ദേഹം ആ ജയിലിൽ ആ തടവുകാരനെ പിടിക്കുമ്പോൾ, ജയിലിലല്ല കോടതിയിൽ ആ തടവുകാരനെ കൂട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ഞാൻ അഭിനയിച്ച സാധനം ജിത്തു ജോസാറ് വന്നിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിലുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സിനിമയിലില്ല. അടുത്തും ജിത്തു ജോസാറിൻ്റെ ദൃശ്യം 3 ഞാനിങ്ങനെ അവസരം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് എന്തെങ്കിലും അഭിനയിക്കാനുള്ളൊരു അവസരം തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഒരു പോലീസുകാരന്റെ വേഷത്തിൽ ഒരു കുഞ്ഞു സാന്നിധ്യമാകാൻ പറ്റി, നേരിന്റെ ഭാഗമാകാൻ പറ്റി. തലൈവ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രേക്ഷകരും ഇട്ടു നോക്കുന്ന രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രം, അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ രേനിയ സാറിൻ്റെ അടുത്ത് നൂറ് നന്ദി പറയാണ്. കാരണം എന്താണെന്ന് പറയട്ടെ, ഞാൻ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കിട്ടാത്തൊരു ഒരു 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 മനസ്സിന് ഒരു ഭയങ്കരമായ സന്തോഷം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഉച്ചയായപ്പോൾ, എനിക്ക് ഷൂട്ടുണ്ടായിരുന്നത് നാഗർകോവിലിൽ ഒരു ഓട് ഫാക്ടറിയിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലമുടി ബിഗ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പുകാരെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്താണെന്ന് പുള്ളി ഞാനിങ്ങനെ നോക്കിയിട്ട് സാറൊന്ന് വിളിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? സാപ്പിട്ടാങ്കളാ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും രജനീകാന്ത് എന്ന് പറയാം, ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ, ലോകത്തിൻ്റെ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് പറയാം, സാപ്പിട്ടാങ്കളാ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ തൊണ്ടയ്ക്കകത്ത് എന്തോ വെച്ച് അടച്ചതുപോലെ. എനിക്ക് പിന്നെ ഒന്നും ശബ്ദമൊന്നും വരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ തമിഴിൽ അഭിനയിക്കാൻ നിന്ന പോലീസുകാരനായിട്ട് അഭിനയിച്ച അദ്ദേഹം പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാനും കൂടെ ഒട്ടി അദ്ദേഹം സംസാരിച്ചു. എന്തൊരു തങ്കமான പിള്ളൈ അന്ത രജനീകാന്ത് സാർ എന്നെനിക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ മോഹൻലാൽ സാറിൻ്റെ ജിത്തു ജോസാറിൻ്റെ പടത്തിലോട്ട് എനിക്കൊരു അവസരം തന്നത് നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോൾ പാപ്പച്ചൻ ചേട്ടനാണ്. പാപ്പച്ചൻ ചേട്ടനെ കുറേ പ്രാവശ്യം ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ അഭിനയിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ട്. കോമഡി സ്റ്റാർട്സ് ചെയ്തു. പിന്നെ കൈരളിയിൽ റെയിൻബോ, സുഖമാണോ എന്ന് പറഞ്ഞിട്ട് പുലർക്കാലത്തിൽ സുഖമാണോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അങ്ങനെ പ്രോഗ്രാം ഇഷ്ടംപോലെ ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി തന്ന ഇഷ്ടംപോലെ നമ്മളെ തിരുവനന്തപുരത്തുള്ള പ്രൊഡക്ഷൻ കൺട്രോളുമാരുണ്ട് സീരിയലിലൊക്കെ. അവരുടെ അടുത്തെല്ലാം ഞാൻ നന്ദി പറയാണ്. അതുപോലെ ഞാൻ അഭിനയിച്ച ഇനി ഒരു 10ഓളം സിനിമകൾ വരാനുണ്ട്. ജമാലിൻ്റെ പുഞ്ചിരി, ഊഴി, കർത്തവ്യം, പുക, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് കെട്ടുകാഴ്ച, ഒരുപാട് സിനിമകളുണ്ട്. ഒരു 10 സിനിമകളോളം ഞാൻ അഭിനയിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നായകൻ പ്രതി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ ഞാൻ ഒരു SIയുടെ സംഭവം ചെയ്തിട്ട് അത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടായിട്ട്, അമ്പൂര് ദുരന്തമില്ലേ, അമ്പൂര് ദുരന്തം ഉണ്ടായിട്ട് അമ്പൂര് ദുരന്തത്തിൽ ആൾക്കാർ ഒരു ബോഡി എടുത്തുകൊണ്ട് വരുന്ന ഒരു സാധനമാണ്. അതിൽ ഞാനാണ് ഇങ്ങനെ വാർത്താ സമ്മേളനമൊക്കെ നടത്തി അത് പറയുന്നത് ഞാനാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഏതായാലും ഞാൻ 2-3 മിമിക്രിയാണ്. അതാണ് പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ച കലാകാരന്മാർ. അവർ മിമിക്രി കലാകാരന്മാരാണെങ്കിൽ അവരുടെ ആ ഒരു മികവ് കാണാൻ പ്രേക്ഷകർ വരാൻ പോലെ ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. ശ്രീ മോഹൻലാൽ സാറിന്റെ വോയിസ്. തന്നിലെ കുളത്തില് മണ്ണെടുക്കാൻ രണ്ടുപേരും മുണ്ടി ഒരുത്തന് കാലേറ്റുമില്ലേ, പാലില്ല എരുമയ്ക്ക് മൂശി മലർമൂന്ന്, 2 കുടം പൊട്ട ഒന്നിപ്പുല്ലേതുമില്ലേ, കൈതപ്പൂവിൻ കഞ്ഞിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും പാടിയൊഴിഞ്ഞു കണ്ടില്ല.
എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല സംഭവിക്കട്ടെ. എല്ലാവരും നേരുന്ന സിനിമ കാണണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഞാൻ പറഞ്ഞതാണ്, ലാൽ സാറ് പറഞ്ഞതല്ല. ഇനി അടുത്ത് കമലഹാസന്റെ ശബ്ദം പറയട്ടെ. அப்படி என்ன கண்மணி அன்போடு காதலன் நான் எழுதும் ரத்தம் பாட்டி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டால படிச்சுட்டியா? அப்போ பொன்மணி என் வீட்டு சௌக்கியமா, நானுங்க சௌக்கியம் படி. பொன்மணி என் வீட்டு சௌக்கியமா, நான் இங்க சௌக்கியமே. உங்களை பார்க்கும்போதாக தம்பளி மாமன் மாதிரி என்ன அளவு. നസീർ, പ്രിയമുള്ള ആയിഷൻ്റെ മലയാളി സുഹൃത്തുക്കളെ, സത്യത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ആയിഷൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എല്ലാവരും നേരുന്ന സിനിമ നല്ലതുപോലെ തിയേറ്ററിൽ ചെന്ന് കാണണം. മണ്ടിപ്പുണ്ണം ചിരിച്ച് അയ്യോ അങ്ങനെയല്ല അതെങ്ങനെ ശീല. കൊച്ചു മുതലാളി, അങ്ങെന്താണ് ഈ പറയുന്നത്? അങ്ങേ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നോ? അയ്യോ, ബാപ്പയുടെ കയ്യിൽ നിന്നും പള്ളൊമ്പലും മേടിക്കാൻ കാശുള്ള സത്യമാണ്. അയ്യോ, ഇവിടുന്ന് പോകൂ. ജഗതി, എന്തോടെ ഇത് നിന്റെ നെറുകോട്ടോ ഒറ്റ കാണിച്ചരൻ കണ്ടോണ്ടിരിക്കാൻ നിങ്ങളുമാണല്ലോ. നേരുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം. എന്റെ അത്തിപ്പറ പക്ഷി ഈ ഗ്യാസിന്റെ അസുഖമുണ്ട്, ഡോക്ടർ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കടന്നത് കഴിക്കരുത്. പോയി കടന്ന് ഉറങ്ങുമല്ലേ. അയ്യോ. അടുത്തതായി ഫിലോമിന. ജയിക്കട പയ്യി ആര്യ കിടക്കുന്നത് വിലക്കെടുത്തേക്ക് എടുത്തിക്കുറിച്ചേ നിന്റെ തീപ്പിട ഒന്ന് പോണോണ്ട് അല്ല പിന്നെ